വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സണിൻ്റെ കറണ്ട് ഫീലിങ്സ് ആണ്. നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് നിങ്ങളുടെ വ്യക്തി എന്തൊക്കെയാണ് ഈ ഒരു സമയത്ത് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, ആ ഒരു കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ സിറ്റുവേഷൻ, അവരുടെ സിറ്റുവേഷൻ, ഇതെല്ലാം നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നുണ്ട്. ഈ ഒരു റിലേഷൻഷിപ്പിന് യൂണിവേഴ്സിൻ്റെ ഭാഗത്തുള്ള ഗൈഡൻസും നമ്മൾ നോക്കുന്നതാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഈ ഒരു റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്കിത് റെസൊനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ ഈ റീഡിങ്ങിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസൊനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി റെസൊനേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ വിട്ടേക്കുക, ഫോഴ്സ്ഫുള്ളി റെസൊനേറ്റ് ചെയ്യാതിരിക്കുക. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ ഇവിടെ നിങ്ങളുടെ വ്യക്തിയുടെ ഒരു എനർജി നോക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഈ വ്യക്തി നല്ല ഡിസിപ്ലിൻ ഉള്ള ഒരാളാണ്. അതുപോലെ തന്നെ അവരുടെ ലൈഫിൽ അവർ നേരിടേണ്ടതായിട്ടുള്ള കാര്യങ്ങളിൽ അവർ വളരെ ഫോക്കസ് ആയിരിക്കുന്നതായിട്ട് കാണുന്നു. അതുപോലെ തന്നെ നല്ലൊരു സെൽഫ് കൺട്രോൾ ഉള്ള ഒരു വ്യക്തിയാണ്. അത്തരത്തിലുള്ള ഭയങ്കരമായിട്ടും സെൽഫ് കൺട്രോൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഇവിടെ ക്വീൻ ഓഫ് വാൻസ് വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് പറയാനായിട്ട് പറ്റും ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഗ്രോത്തിന് വേണ്ടി കൂടുതലായിട്ടും ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ സമയം കൂടുതലായിട്ടും കൊടുത്തിട്ടുള്ളത്, എഫേർട്ടൊക്കെ കൊടുത്തിട്ടുള്ളത് നിങ്ങളാണ്. നല്ലൊരു കോൺഫിഡൻസോട് കൂടി ഈ ഒരു റിലേഷൻഷിപ്പിനെ സ്റ്റേബിളായിട്ട് പിടിച്ചു നിർത്താൻ വേണ്ടി കൂടുതൽ സമയവും എഫേർട്ടും ഒക്കെ ഇട്ടിട്ടുള്ളത് നിങ്ങൾ തന്നെയാണ്. അതൊരു പരിധി വരെ നിങ്ങളുടെ വ്യക്തിക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. അതായത് ഈ ഒരു റിലേഷൻഷിപ്പിൽ ശരിക്കും നിങ്ങളുടെ പേഴ്സൺ ചെയ്യുന്നത് അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഏതൊരു പ്രശ്നം ഉണ്ടായാലും അവരതൊരു സോൾവ് ചെയ്യാൻ അല്ലെങ്കിൽ ഫേസ് ചെയ്യാനും ഒക്കെ പ്രവർത്തിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടൊരു ആക്ഷൻ എടുത്തു അല്ലെങ്കിൽ ഒരു ആക്ഷൻ എടുത്തു എന്ന രീതിയിൽ ഒരു ഡ്രാമ ചെയ്ത് മറ്റുള്ളവരെയും നിങ്ങളെയും തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ശരിക്കും അവർ ആ ഒരു പ്രശ്നം സോൾവ് ചെയ്യാനായിട്ട് ഒരു ആക്ഷനും എടുക്കുന്നില്ല, എങ്കിലും പുറമെ അതിൻ്റെ ഒരു ക്രെഡിറ്റ് കിട്ടുന്നത് അവർക്കായിരിക്കും. അത്തരം ഒരു സ്വഭാവക്കാരാണ് നിങ്ങളുടെ പേഴ്സൺ. ഇനി അതിലെന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് നിങ്ങൾ ചെയ്ത ആ ഒരു കാര്യം സോൾവ് ചെയ്യാനായിട്ട് നടത്തിയ പ്രവർത്തനങ്ങളിലോ അല്ലെങ്കിൽ സംസാരത്തിലോ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നാൽ, അല്ലെങ്കിൽ ആ ഒരു കാര്യം സോൾവ് ചെയ്യപ്പെടാതെ പോയാൽ, അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ അവർക്കതിൻ്റെ ഒരു പഴി നിങ്ങളുടെ തലയിൽ ഇടാനും വളരെ സിമ്പിളായിട്ട് സാധിക്കും. കാരണം അവരിവിടെ ഒരു ആക്ഷനും എടുക്കുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയൊരു പണികളൊക്കെ വാങ്ങി ഈ ഒരു റിലേഷൻഷിപ്പിൽ വരുന്ന പ്രോബ്ലംസ്, വറീസ്, സിറ്റുവേഷൻസും എല്ലാം ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്ത് അവരെ സ്മൂത്താക്കി കൊണ്ടുപോയിക്കൊണ്ട് നിങ്ങളിങ്ങനെ ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു റെസ്റ്റ്ലെസ് ആയിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പം അതുകൊണ്ട് ഇതിൽ നിന്ന് ഒരു ബ്രേക്ക് എടുക്കാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഈ ഒരു സമയത്ത്, ശരിക്കും ഈ വ്യക്തിയെ ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ വ്യക്തിയോട് നല്ല സ്നേഹമുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഫസ്റ്റ് റിലേഷനിലായിരുന്ന സമയം മുതൽ ഈ ഒരു സമയം വരെയും നിങ്ങൾക്ക് ആ ഒരു സെയിം ഫീലിങ്സ് ഈ വ്യക്തിയോടുണ്ട്. ശരിക്കും നമ്മളിവിടെ നോക്കുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ ഫീലിങ്സ് ആണെങ്കിലും നിങ്ങളുടെ എനർജീസ് ആണ് നമുക്കിവിടെ കൂടുതലായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം കുറച്ച് ആളുകൾ അങ്ങനെ ഒരു ബ്രേക്ക് ആവശ്യമാണെന്ന് മനസ്സിലാക്കി അതിനെക്കുറിച്ച് ചിന്തിച്ച് കുറച്ച് ആളുകൾ ഒരു അതിൽ നിന്നൊക്കെ ഒന്ന് മാറി എബ്രോഡ് പോകണമെന്നൊക്കെ ഒരു പ്ലാൻ ചെയ്യുന്നവരെ നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വീണ്ടും വരുന്ന കാർഡുകളിലും നിങ്ങളുടെ ഒരു സെൽഫ് ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള പ്ലാനിങ്ങുകളിലാണ് നിങ്ങൾ എന്നാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അവിടെ നിങ്ങൾക്ക് പുതിയ വഴികൾ തുറന്നു കിട്ടും, അതുപോലെ പുതിയ ന്യൂ എക്സ്പീരിയൻസസ് ഉണ്ടാകും എന്ന് തന്നെയാണ് കാണുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. നിങ്ങളുടെ ഹാർഡ് വർക്കിന് നിങ്ങൾക്ക് വളരെ നല്ല ഒരു ഗ്രോത്ത് തന്നെ കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. എന്നാൽ നിങ്ങളുടെ പേഴ്സൺ പലവിധ ഗോസിപ്പുകളും മറ്റും നിങ്ങളെക്കുറിച്ച് പറയുന്നതായിട്ടും റൂമേഴ്സ് ഉണ്ടാക്കുന്നതായിട്ടും ഒക്കെ കാണുന്നുവെങ്കിലും ആ ഒരു ചലഞ്ചസ്, ആ ഒരു സിറ്റുവേഷൻസ് എല്ലാം തരണം ചെയ്ത് നിങ്ങൾ സക്സസ്സിൽ അല്ലെങ്കിൽ ഒരു നല്ല ഗ്രോത്തിലേക്ക് എത്തുമെന്ന് തന്നെയാണ് ഈ ഫ്യൂച്ചർ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. വീണ്ടും ഇവിടെ നമ്മൾ നിങ്ങളുടെ ഒരു പേഴ്സന്റെ ഫീലിങ്സ് ആണ് നോക്കുന്നതെങ്കിലും കൂടുതലായിട്ടും നിങ്ങളുടെ ഒരു എനർജിയാണ് നമുക്കിവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഈ ഒരു സമയത്ത് പല ആളുകളും ഒരു പ്രഗ്നന്റ് ആകാനുള്ള ഒരു സാധ്യത ഇവിടെ കാണുന്നുണ്ട്. അതായത് മക്കളില്ലാതെ ഒത്തിരി വിഷമിക്കുന്ന, അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ തന്നെ ഏറ്റവും വലിയ പ്രശ്നം അതായിരിക്കാം. അത്തരത്തിലുള്ള ആളുകളുടെ ഒരു എനർജി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അത് ജസ്റ്റ് നമ്മളൊന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഒരു എനർജി വളരെ അധികമായിട്ട് കിട്ടുന്നത് കൊണ്ട് നമ്മൾ ജസ്റ്റ് അതൊന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ.
അപ്പൊ ആ തരത്തിൽ വിഷമിക്കുന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു വിഷമമൊക്കെ ഇവിടെ മാറുന്നതായിട്ട് കാണുന്നു. അതോടൊപ്പം തന്നെ നിങ്ങൾ ലൈഫിൽ ആഗ്രഹിച്ച എല്ലാ കാര്യങ്ങളും തന്നെ നിങ്ങൾക്ക് യൂണിവേഴ്സ് തരുന്ന ഒരു സമയമാണെന്ന് മനസ്സിലാക്കുക. നിങ്ങൾക്കിനി ഭാവിയിലേക്ക് ഒരു സന്തോഷവും അബൻഡൻസ് ഓഫ് ലവും എല്ലാം കിട്ടാൻ വേണ്ടി പോവുകയാണ് ഇനി അങ്ങോട്ട് വരാനായിട്ട് പോകുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ അതുപോലെ തന്നെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരുതരം എല്ലാം വിട്ടുകൊടുത്തും തൻ്റെ മാത്രം ആവശ്യമാണ് ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന രീതിയിലുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി ഈ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി നിർത്തണം എൻ്റെ ലൈഫിൽ നിന്ന്. ഇങ്ങനെയല്ല ഈ ഒരു റിലേഷൻഷിപ്പ് പോകേണ്ടതെന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് പർപ്പസ്ഫുള്ളി കാര്യങ്ങൾ ചെയ്യാനായിട്ട് നിങ്ങൾ തീരുമാനിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അത് വളരെ നല്ലൊരു തീരുമാനം തന്നെയാണ്. നല്ല കാര്യങ്ങൾക്ക് മാത്രം കൂടെ നിൽക്കുന്ന ഒരാളെ നമുക്ക് എന്തിനാണ്, നമുക്കൊരു നല്ലത് വരുമ്പോൾ മാത്രം നമ്മുടെ കൂടെ നിൽക്കുകയും ലൈഫിൽ മോശം സമയം നമ്മുടെ കൂടെ ഉണ്ടാകാതിരിക്കുകയും അല്ലെങ്കിൽ നമ്മളെ ഒറ്റപ്പെടുത്തി കളയുകയും ഒക്കെ ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ അത്തരം വ്യക്തികളെ നമുക്ക് ആവശ്യമില്ല. അവരോടൊപ്പമുള്ള ജീവിതം വളരെ വിഷമകരം തന്നെയായിരിക്കും. അപ്പൊ അവരോടുള്ള നിങ്ങളുടെ ഒരു സമീപനത്തിൽ വന്ന മാറ്റം ഈ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ഇങ്ങനെ ഇവരെ പറ്റിക്കാൻ പറ്റില്ല എന്നുള്ളൊരു കാര്യവും അവർ തിരിച്ചറിയുന്നുണ്ട്. ആ ഒരു തിരിച്ചറിവ് ചിലരെയെങ്കിലും ഒക്കെ ഡ്രോപ്പ് ചെയ്ത് നിങ്ങളുടെ വ്യക്തി പോകാനായിട്ടുള്ള ഒരു ചാൻസ് ഇവിടെ കാണുന്നുണ്ട്. പക്ഷെ ഈ ഒരു ഹെർമിറ്റ് കാർഡ് നമുക്ക് മനസ്സിലാക്കി തരുന്നത് അങ്ങനെ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ഒറ്റപ്പെടുത്തിയാൽ അല്ലെങ്കിൽ ഏതെങ്കിലും സാഹചര്യത്തിൽ നിങ്ങൾ ഒറ്റപ്പെടേണ്ടി വന്നാൽ അത് നിങ്ങളുടെ ലൈഫിൽ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ ഒരു പാർട്ട് മാത്രമാണ്. അല്ലെങ്കിൽ അത് നിങ്ങളുടെ ലൈഫിൽ ഇപ്പം നടക്കേണ്ട ഒരു ഫെയ്ത്ത് ആണ്, ഇപ്പം നടക്കേണ്ടുന്ന ഒരു കാര്യമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇതാണ് ഹെർമിറ്റ് കാർഡ് നമുക്ക് പറഞ്ഞു തരുന്നത്. അതുപോലെ തന്നെ ഈ റിലേഷൻഷിപ്പിൽ തീർച്ചയായിട്ടും ഒരു ഫ്യൂച്ചർ ഉണ്ടാകും എന്ന് അങ്ങനെ ഉണ്ടാകണമെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് തുറന്ന കാര്യങ്ങൾ സംസാരിക്കുന്ന ഒരു നല്ല സമയം തീർച്ചയായിട്ടും നിങ്ങൾ മാറ്റിവെക്കണം. നിങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് സ്പെൻഡ് ചെയ്യുന്ന ഒരു സമയം നിങ്ങൾ മാറ്റിവെക്കണം. എങ്കിൽ മാത്രമേ ഈ ഒരു റിലേഷൻഷിപ്പിന് ഒരു സ്മൂത്ത് ആയിട്ട് മുന്നോട്ട് പോവുകയുള്ളൂ എന്നാണ് ഇവിടെ കാണുന്നത്. ഇവിടെ ഈ ഒരു ലാസ്റ്റ് ആൻഡ് ഫൈനൽ കാർഡ് നമുക്ക് മാസ്റ്റർ കാർഡാണ്. ശരിക്കും നിങ്ങളുടെ ഒരു പേഴ്സന്റെ ഒരു എനർജി ഡയറക്റ്റ് നമുക്ക് തരുന്ന ഒരു കാർഡ്. 5 ഓഫ് കപ്സ്. എല്ലാ കപ്സുകളും ഇവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ തന്നെ കാണാനായിട്ട് പറ്റും. എല്ലാ കപ്സുകളും ഇവിടെ 3 കപ്സുകൾ ഇവിടെ മറിഞ്ഞു കിടക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഈ ഒരു വ്യക്തി വളരെ ഡിപ്രഷനിൽ ആ ഒരു മറഞ്ഞുപോയ സ്നേഹത്തെ നോക്കി നിൽക്കുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. അപ്പം അത് ഇവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഇവരുടെ ഒരു നഷ്ടപ്പെട്ട ഒരവസ്ഥയിലാണ് ഇവരുള്ളത്. അതായത് നിങ്ങൾ ഇവരുടെ ശരിക്കുള്ള സ്വഭാവം മനസ്സിലാക്കി കഴിഞ്ഞുവെന്നും ഇവരുടെ ഒരു ഡബിൾ സ്റ്റാൻഡ്, അതുപോലെ തന്നെ യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഇവരുടെ മുഖംമൂടി മാറ്റപ്പെട്ടു എന്ന് തന്നെ ഇവർക്ക് മനസ്സിലായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പാസ്റ്റിൽ ഇവർ കെട്ടിപ്പൊക്കി കൊണ്ടുവന്ന എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് ഇവർ. വളരെയധികം നഷ്ടബോധമുള്ളതായിട്ട് കാണുന്നുണ്ട്. ഒത്തിരി സാഡ്നെസ് ആണ് ഇവർക്ക്. അതുപോലെ തന്നെ ഡിസപ്പോയിൻമെന്റ് ഒത്തിരി ഉള്ളതായി നഷ്ടബോധമുള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. പക്ഷെ ഇവർ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു അവസരത്തിൽ ഇവർ റിഗ്രറ്റ് ചെയ്യുകയാണെങ്കിൽ ഇവർക്ക് ഇതിൽ നിന്ന് തിരിച്ചു വന്ന് നിങ്ങളുടെ കൂടെ സ്മൂത്ത് ആയിട്ട് റിലേഷൻഷിപ്പ് പോകാനായിട്ടുള്ളൊരു ചാൻസും ഇവിടെ കാണുന്നുണ്ട്. പക്ഷെ ഇവരിനി ഇതോർത്ത് ഇങ്ങനെ തല താത്തി ഇങ്ങനെ നോക്കി നിൽക്കുകയാണെങ്കിൽ ഓക്കെ, അതിൽ തന്നെ ഇവർ നിൽക്കേണ്ടതായിട്ട് വരും. അതൊക്കെ അവരുടെ ഒരു ഡിസിഷനും കാര്യങ്ങളൊക്കെ പോലെ ഇരിക്കും. നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ 3 കപ്സ് താഴെ വീണ് കിടക്കുന്നുണ്ട്. ബാക്കിൽ 2 കപ്സ് ഉണ്ട്. ഇവർക്ക് പ്രതീക്ഷ കൊടുക്കാനായിട്ട് 2 കപ്സ് ഉണ്ട്. പക്ഷെ ഇവർ തിരിഞ്ഞു നോക്കി ഈ കപ്സ് എടുത്ത് റിഗ്രറ്റ് ചെയ്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് വരികയാണെങ്കിൽ അതൊരു സക്സസ്സിൽ സ്മൂത്തിലും നല്ല രീതിയിലും പോകും. ഇനി അതെല്ലാം എന്നുണ്ടെങ്കിൽ ഇവർക്ക് വേറൊരു പാത്തും കൂടി ഉണ്ട്. നമുക്ക് ബാക്കി നോക്കുകയാണെങ്കിൽ റിവർ ഇങ്ങനെ ചെല്ലുമ്പോൾ ഇവിടെ ഒരു ബ്രിഡ്ജ് ഉള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഇവർക്ക് ബ്രിഡ്ജ് തല ഉയർത്തി നോക്കിയാൽ മാത്രമേ ഇവർക്ക് ബ്രിഡ്ജ് കണ്ടെത്താനായിട്ട് പറ്റുകയുള്ളൂ. ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ ഒരു റിഗ്രറ്റ് തന്നെയാണ്. താൻ ചെയ്ത തെറ്റുകളെല്ലാം മനസ്സിലാക്കാനുള്ള ഒരു അവസരം. അത് മനസ്സിലാക്കി മുന്നോട്ട് പോവുകയാണെങ്കിലും ഇത് നല്ല രീതിയിൽ ഈ ഒരു റിലേഷൻഷിപ്പ് പോവുക തന്നെ ചെയ്യും. അപ്പൊ ഈ വ്യക്തിയുടേതായ ഡിസിഷൻസ് ഇവർ എടുക്കേണ്ടിയിരിക്കുന്നു. ഒരു ആക്ഷൻ എടുക്കുന്നതായിട്ട് നമുക്കൊന്നും തന്നെ ഇവിടെ കിട്ടുന്നില്ല. അപ്പൊ ഈ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ശരിക്കും നിൽക്കുന്നതെന്ന് മനസ്സിലാക്കുക. വളരെയധികം നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. അവർക്ക് ഇനി നഷ്ടപ്പെട്ടു പോയി എന്ന് തന്നെയാണ് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ നിങ്ങളുടെ ഉള്ളിൽ അവരോടൊരു സ്നേഹമുണ്ടെന്നുള്ള കാര്യം ഈ ഒരു വ്യക്തി കാണുന്നില്ല. അവരതിന്റെ അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുകയാണ്. അവർക്കത് കാണാനായിട്ട് പറ്റുന്നില്ല. ഇനി ഇവർ തല ഉയർത്തി നോക്കുകയാണെങ്കിൽ മാത്രമാണ് ഇവിടെ ഒരു ബ്രിഡ്ജും ഉള്ളതായിട്ട് ഇവർക്ക് കാണാനായിട്ട് പറ്റുകയുള്ളൂ. ഇവർ ഇതിൽ ഈ മറഞ്ഞുപോയ കപ്പിനെ നോക്കി വളരെ വിഷമത്തോടെ നിൽക്കുന്നതായിട്ടുള്ള ഒരു എനർജിയാണ് നമുക്കിവിടെ കിട്ടുന്നത്. അപ്പൊ അങ്ങനെ ഒരു ബ്രിഡ്ജ് ബിൽഡ് ചെയ്ത് നിങ്ങളിലേക്ക് എത്താൻ അവർക്ക് കഴിയും. അതുപോലെ 2 കപ്സ് വീണ് പോയിട്ടുമില്ല. അപ്പൊ അത് ബാക്കിലുണ്ട്. അത് തിരിഞ്ഞു നോക്കി എടുക്കാവുന്നതുമാണ്.
എന്തായാലും നിങ്ങൾ ഇവരെ ഒന്നും നോക്കരുത്. നിങ്ങളിപ്പോൾ സെൽഫ് ലവ് ഒക്കെ ചെയ്തിട്ട് നല്ല ഫോക്കസ് ചെയ്ത് നിങ്ങളുടേതായ കാര്യങ്ങളിലേക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇവരുടെ ഒരു ഡിസിഷൻ ഡ്രോപ്പ് ചെയ്ത് പോകാനാണെങ്കിൽ അവർ പോയിക്കൊള്ളട്ടെ. ഇനി നിങ്ങളിലേക്ക് വരാനാണെങ്കിൽ അവർക്കിവിടെ ഓൾറെഡി ചാൻസസ് ഉണ്ട്, 2 ചാൻസസ് ഉണ്ട്. ആ ചാൻസിലൂടെ നിങ്ങളിലേക്ക് എത്താൻ പറ്റുന്നതാണ്. അപ്പോൾ അങ്ങനെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് റിഗ്രറ്റ് ഒക്കെ ചെയ്ത് വരട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു റീഡിങ്. ഈ റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ക്ലൂസ് നമുക്കൊന്ന് എടുത്ത് നോക്കാം. Clues related to this reading. Okay. Clues related to this reading. Okay. ഇവിടെ നമുക്ക് ഫസ്റ്റ് ക്ലൂ കിട്ടിയിരിക്കുന്നത് നെയിൽ പോളിഷ് എന്നാണ്. അപ്പോൾ നല്ല നെയിൽ പോളിഷ് ഒക്കെ ഇടാനായിട്ട് താല്പര്യമുള്ളവരോ അതുപോലെ നെയിൽ പോളിഷ് ഒക്കെ ഇട്ട് നല്ല നഖങ്ങളിലൊക്കെ നല്ല കളറുള്ള നെയിൽ പോളിഷ് ഒക്കെ ഇട്ട് കാണാൻ താല്പര്യമുള്ളവരോ ഒക്കെ ആകാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സൺ, അല്ലെങ്കിൽ നെയിൽ പോളിഷിൻ്റെ കളക്ഷനൊക്കെ ഉള്ള ആളുകളായിരിക്കാം എന്ന് വിചാരിക്കുന്നു. 48 hours എന്ന് പറയുന്ന ഒരു ക്ലൂ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. സെൽഫ് എംപ്ലോയി, സ്വന്തമായിട്ട് ജോലി ചെയ്യുന്ന ആളുകളായിരിക്കും, അല്ലെ ബിസിനസ് ഒക്കെ നടത്തി മുന്നോട്ട് പോകുന്ന ആളുകളായിരിക്കും എന്ന് വിചാരിക്കുന്നു. 1111 എന്ന് പറയുന്ന ഒരു ഏഞ്ചൽ നമ്പർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. യു ക്യാൻ ട്രസ്റ്റ്, നിങ്ങൾക്ക് ഈ വ്യക്തിയെ വിശ്വസിക്കാം എന്നുള്ള ഒരു ക്ലൂ ആണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. 22 എന്ന് പറയുന്ന ഒരു നമ്പർ കിട്ടിയിട്ടുണ്ട്. ഫീൽസ് പാസ്റ്റ് ലൈഫ് കണക്ഷൻ, ഇവിടെ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. അത് ചിലപ്പോൾ നിങ്ങൾക്കൊക്കെ തോന്നിയിട്ടുള്ളതായിരിക്കാം. ലെറ്റർ ഇ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. 1 weeks എന്ന് പറയുന്ന പോസിബിലിറ്റി കിട്ടിയിട്ടുണ്ട് നമുക്ക്. അതുപോലെ തന്നെ 7 days വീണ്ടും ഒരു പോസിബിലിറ്റിയാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. 2 weeks, ഒത്തിരി പോസിബിലിറ്റീസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഒത്തിരി ആളുകൾക്ക് ഈ ഒരു പേഴ്സണിൻ്റെ ഭാഗത്തു നിന്നുള്ള അപ്രോച്ചോ ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു. 25 എന്ന് പറയുന്ന നമ്പർ കിട്ടിയിട്ടുണ്ട്. 1985 എന്ന് പറയുന്ന നമ്പർ കിട്ടിയിട്ടുണ്ട്. ഗ്രീൻ കളർ, നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണോ ഗ്രീൻ കളർ ഒത്തിരി ഇഷ്ടമുള്ള ആളുകളാണെന്ന് വിചാരിക്കുന്നു. 1999 എന്ന് പറയുന്ന വർഷം കിട്ടിയിട്ടുണ്ട്. ലെറ്റർ ഡി നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഹിയറിംഗ് ഇഷ്യൂസ്, ഈ ഒരു സമയത്ത് നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണൊക്കെ ഹിയറിംഗ് ഇഷ്യൂസ് അതിൻ്റെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ട് എന്ന് വിചാരിക്കുന്നു. 1984 എന്ന് പറയുന്നൊരു വർഷം കിട്ടിയിട്ടുണ്ട്. 1986 എന്ന് പറയുന്നൊരു വർഷവും കിട്ടിയിട്ടുണ്ട്. ഫിസിക്കൽ ഫിറ്റ്നസ്, ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സണ് ഫിസിക്കൽ പരമായിട്ടുള്ള ഫിറ്റ്നസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളായിരിക്കാം, അല്ലെങ്കിൽ ജിമ്മിലൊക്കെ പോകുന്നവരായിരിക്കാം, അല്ലെങ്കിൽ ഫിസിക്കൽ പരമായ ഫിറ്റ്നസ് ഒക്കെ താല്പര്യമുള്ളവർ, അങ്ങനെയുള്ള ബോഡിയൊക്കെ ഇഷ്ടപ്പെടുന്നവരോ അങ്ങനെ ചെയ്യണമെന്നോ ഒക്കെ ബിൽഡ് ചെയ്തെടുക്കണം ബോഡി അങ്ങനെയൊക്കെ താല്പര്യമുള്ളവരൊക്കെ ആയിരിക്കാം എന്ന് വിചാരിക്കുന്നു. മാർച്ച് മന്ത് നമുക്കിവിടെ വീണ്ടും ഒരു പോസിബിലിറ്റിയാണ് കിട്ടിയിട്ടുള്ളത്. നമ്പർ 8 നമുക്ക് കിട്ടിയിട്ടുണ്ട്. 1997 എന്ന് പറയുന്ന വർഷം കിട്ടിയിട്ടുണ്ട്. നവംബർ മന്ത് വീണ്ടും പോസിബിലിറ്റിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. സോഷ്യൽ വർക്കർ, നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ഒക്കെ സോഷ്യൽ വർക്കറൊക്കെ ആകാനുള്ള ചാൻസ് ഉണ്ട്. ലെറ്റർ എ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഷോർട്ട് ടെമ്പേർഡ്, പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ആളുകളായിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സൺ എന്ന് വിചാരിക്കുന്നു. 2003 എന്ന് പറയുന്നൊരു വർഷം നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. നമ്പർ 9 കിട്ടിയിട്ടുണ്ട്. നമ്പർ 6 കിട്ടിയിട്ടുണ്ട്. ഓറഞ്ച് കളർ, നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണോ ഓറഞ്ച് കളർ ഒത്തിരി ഇഷ്ടമുള്ള ആളുകളാണ് എന്ന് വിചാരിക്കുന്നു. ബ്ലാക്ക് കളർ ഇഷ്ടപ്പെടുന്ന വ്യക്തികളായിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ. നമ്പർ 4 നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ക്ലൂസ് ആണ് നമുക്ക് ഈ ഒരു റീഡിങ്ങുമായി റിലേറ്റ് ചെയ്ത് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു റീഡിങ്ങും ക്ലൂസും ഒക്കെ നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റിലൂടെ അറിയിക്കാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ റീഡിങ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.